ബി ജെ പിയിലെ വലിയ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വത്തെ പാടെ മാറ്റിക്കളഞ്ഞത്? ഇവിടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് കേരളത്തിലെ ബി ജെ പിക്കാർക്ക് പരിചിതമാണോ? അദ്ദേഹം തിരുവനന്തപുരത്ത് 1-2 പ്രാവശ്യം മത്സരിച്ചു പോയി എന്നതിലപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ ഒരു പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റായി വന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും പിണറായി സംവിധാനവും ഉണ്ടാക്കുന്ന പ്ലാന് നടപ്പിലാക്കണമെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ആദ്യകാല നേതാക്കന്മാരെ വെച്ച് അത്തരത്തിലൊരു പ്ലാന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യാപാരിയും വ്യവസായിയും കൂടിയായ കേരള രാഷ്ട്രീയമായിട്ട് അതിൻ്റെ താഴേക്കടയിലേക്ക് വലിയ ബന്ധങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ തന്നെ ബി ജെ പിയുടെ പ്രസിഡൻ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി മുഴുവനായിട്ടുമല്ല, ബി ജെ പിയിലെ പ്രബലമായൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി തെരഞ്ഞെടുപ്പുകളിൽ ധാരണയുണ്ടാകും. അത് ത്രിതല തെരഞ്ഞെടുപ്പിലുണ്ടാകും, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ പിണറായിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നത് വരാനിരിക്കുന്ന ഭാവിയിൽ കോൺഗ്രസിൻ്റെ അടിവേര് വെട്ടുക എന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം, കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ മൂന്നാമതും ഭരണത്തിന് അകറ്റി നിർത്തുക, അതിന് പിണറായിയുമായി ഒന്നാം ഘട്ട ധാരണ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ പല സ്ഥലത്തും നമ്മൾ സംസാരിച്ചു വരുന്നത്. യു ഡി എഫുമായിട്ടുള്ള ഔപചാരികമായ ചർച്ചകളൊന്നും എവിടെയും നടന്നിട്ടില്ല. പ്രാദേശിക തലത്തിലും അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് എവിടെ എത്തും എന്താകും എന്നൊന്നും ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഇവിടെ പൂർത്തിയായി, ചിഹ്നം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ആ നിലക്ക് പരമാവധി ആളുകളെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ത്രിതല തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പരമാവധി സീറ്റും പരമാവധി വോട്ടും വാങ്ങുക എന്ന പൊളിറ്റിക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പരമാവധി സീറ്റുകൾ ശബരിമല വളരെ സമാധാനപരമായിട്ട് വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് ശബരിമല അയ്യപ്പനെ കണ്ട് തൊഴുത് അവർ നിർവൃതി അടഞ്ഞ് സമാധാനമായി പോയിക്കൊണ്ടിരുന്ന നാടാണ്. അവിടെ ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതും വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസത്തിനെതിരായി കേരളത്തിലെയും ഇന്ത്യയിലെയും വനിതകളെ മുഴുവൻ അവിടെ ഞങ്ങൾ കുടിയിരുത്തും എന്ന് പറഞ്ഞ് അവിടുത്തെ സമാധാനം കെടുത്തിയവരാണ് ഇന്നത്തെ ഈ ഭരണാധികാരികൾ. അന്നെടുത്ത ആയിരക്കണക്കിന് കേസുകൾ വിശ്വാസി സമൂഹത്തിൻ്റെ പേർക്കെടുത്ത നിരവധിയായ കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സർക്കാർ കൊടുത്ത സുപ്രീം കോടതിയിലെ അഫിഡവിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു മാറ്റം ഈ പറയുന്ന പിണറായിയോ ഈ വാസവനോ ഇവിടെ ഇന്ന് വരെ നിങ്ങളുടെ മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ പറഞ്ഞിട്ടില്ല. അവർ ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ആ നിലപാടിൽ നിൽക്കുമ്പം ഇവിടെ ഒരു അയ്യപ്പ സംഗമം പോലുള്ള സംഗമങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം കേരളത്തിൽ ഇത് ചർച്ചയായതാണ്. ഈ തട്ടിപ്പ് സംഘമാണ് എന്തിനാണിത് നടത്തിയതെന്നറിയാം. എത്ര കിലോ സ്വർണ്ണമാണ് അവിടുന്ന് അടിച്ചു പോയതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോഴും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അവിശ്വാസി സമൂഹത്തിൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ഒരു വിശ്വാസ കേന്ദ്രം ഏൽപ്പിച്ചു കൊടുത്ത് അതിൻ്റെ സ്വത്തും മുതലും അടിച്ചെടുക്കുന്ന അതേ വിഭാഗം അവർ തന്നെയാണ് വിശ്വാസ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അത് ഏത് നേതാവും, വെള്ളാപ്പള്ളി എന്നല്ല, ഏത് നേതാവും ഈ പറയുന്ന ഈ കൊള്ള സംഘത്തെ പിന്തുണക്കുന്നുണ്ടോ ആ സമുദായ അംഗങ്ങളത് തിരിച്ചറിയും. ആ സമുദായ SNDP വിശ്വാസികൾ അവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു നേതാവിനെ കൊണ്ടേ കുടിയിരുത്തിയത് കൊണ്ട് കേരളത്തിലെ ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ വോട്ട് മുഴുവൻ ഒരു അയ്യപ്പ സംഗമ നാടകം നടത്തി അടിച്ചെടുക്കാമെന്ന് ഈ പറയുന്ന പിണറായി ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാം, ഏത് തെരഞ്ഞെടുപ്പിലും 12,000 വോട്ട് BJPക്ക് അവിടെ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ വന്നിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചും മലബാറിനെക്കുറിച്ചും വളരെ മോശപ്പെട്ട വർഗീയ പരാമർശം നടത്തിയത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താ? 12,000 വോട്ടിൽ നിന്ന് BJP
6000 വോട്ടിലേക്ക് പോയി നിലമ്പൂരിൽ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസി സമൂഹം, ഹൈന്ദവ സമുദായം ഈ നിലപാടിനോടൊപ്പമല്ല, അതിന് അങ്ങേയറ്റം അവർ മതസൗഹാർദ്ദത്തെ പുൽകുന്നവരാണ് എന്നതിൻ്റെ തെളിവ് നിലമ്പൂർ തന്നെ മതി. അപ്പോൾ ആ രീതിയിലൊരു രാഷ്ട്രീയ അട്ടിമറി, ഒരു പൊളിറ്റിക്കൽ വോട്ട് മൊബിലൈസേഷൻ അത് നടത്താമെന്ന് പിണറായി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഹൈന്ദവ വിശ്വാസി സമൂഹം അത് തിരിച്ചറിയാൻ കഴിയും. ഹൈന്ദവ സമുദായത്തിലെ എല്ലാ വിഭാഗത്തിനും, സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആ സമുദായ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ തന്നെ കേരളത്തിൽ ഏറ്റെടുക്കുന്നതിൻ്റെ ചിത്രവും നിങ്ങൾ കാണുന്നുണ്ട്.